ബഹുമാനരെ, പ്രിയപ്പെട്ടവരെ, ഇപ്പോ കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും ഒരു യൂണിയൻ ടെറിട്ടറിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്തും ഈ തെരഞ്ഞെടുപ്പുകൾ, അതിൻ്റെ ഫലം എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ ഇത്തരത്തിലൊരു മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംബന്ധിക്കാൻ അവസരം തന്ന പ്രസ് ക്ലബിൻ്റെ കണ്ണൂർ ജില്ലയുടെ നേതൃത്വത്തോട് ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഒന്നാമതായി ചർച്ച ചെയ്യേണ്ടത് എന്നാണ് CPIM-ന്റെ LDF-ന്റെ അഭിപ്രായം. കാര്യം, നമ്മൾ വ്യക്തിപരമായി രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ പ്രത്യക്ഷ രാഷ്ട്രീയമായ നിലപാടുകളിൽ നിന്നോ മാറി നിന്നാലും രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കും. ഇത് പെരിക്ലീസ് വളരെ പണ്ട് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ നടന്നു നിൽക്കാൻ തീരുമാനിച്ചാലും നിങ്ങളെ രാഷ്ട്രീയം അതിലേക്ക് ഉൾപ്പെടുത്തും എന്നുള്ള ആശയം. അപ്പം CPIM-ഉം LDF-ഉം എങ്ങനെ ജനജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ LDF-ന്റെ നിലപാടുകൾ പ്രവർത്തിക്കുന്നു, UDF-ന്റെ നിലപാടുകൾ എങ്ങനെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളിൽ പ്രവർത്തിച്ചു, BJP-യുടെയും NDA-യുടെയും നിലപാടുകൾ എങ്ങനെ ജനജീവിതത്തിൽ പ്രവർത്തിക്കുന്നു, ഇതാണ് ഒന്നാമതായി ചർച്ച ചെയ്യേണ്ട കാര്യം. അതിൽ ജനക്ഷേമത്തിന്റെ വിഷയങ്ങളും നാടിന്റെ വികസന പ്രശ്നങ്ങളും ഉണ്ട്. അതോടൊപ്പം വർഗീയത പോലുള്ള പ്രശ്നങ്ങളുണ്ട്. വർഗീയത ശക്തിപ്പെട്ടാൽ ചോരച്ചൊരിച്ചിലുണ്ടാകും. മനുഷ്യന്റെ ജീവിതത്തെ അത് പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ വർഗീയത പാടുണ്ടോ, വർഗീയതയുമായി സന്ധി ചെയ്യാമോ എന്നുള്ളതും ഒരു ജനജീവിത പ്രശ്നമാണ്. അതോടൊപ്പം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഇതെല്ലാം, പിന്നെ വാർത്താ വിനിമയ സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ, റോഡ്, പാലം തുടങ്ങിയ കാര്യങ്ങൾ, അടച്ചുറപ്പുള്ള വീട്, ഈ കാര്യങ്ങളെല്ലാം വരും. ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കാൻ ഈ നാട്ടുകാർ തയ്യാറാവുമെന്നുള്ള വളരെ ഉറച്ച വിശ്വാസമാണ് LDF-ന്റെ പ്രവർത്തകരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവ ഇപ്പം ടെലിവിഷൻ തുറന്നു കഴിഞ്ഞാൽ അതിലുള്ള ആക്രോശങ്ങളും തിരിച്ചുള്ള ആക്രോശങ്ങളും എല്ലാം ആരാണ് വർഗീയവാദികളുമായിട്ട് സന്ധി ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട ഈ ശബ്ദകോലാഹലത്തിനിടയിൽ മനുഷ്യജീവനെ ബാധിക്കുന്ന, സാമൂഹ്യ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഓരോ പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാട് എന്തായിരുന്നു, അവർ പറഞ്ഞതെന്തായിരുന്നു, അവർ ചെയ്തതെന്തായിരുന്നു, അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ പ്രതിഫലിച്ചു തുടങ്ങിയ കാര്യങ്ങൾ അത് ചർച്ച ചെയ്യപ്പെടാതെ പോകരുത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ CPIM-ന് BJP-യുമായിട്ടൊരു ഡീലുണ്ട് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എൻ്റെ എളിയ അഭിപ്രായത്തിൽ നാട്ടിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വികസന വിഷയങ്ങൾ, ഇത് ചർച്ച ചെയ്യുന്നതിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ വ്യതിചലിപ്പിച്ചു വിടുക എന്നുള്ള ഒരു തെറ്റായ ലക്ഷ്യമുണ്ട് എന്നൊരു നിരീക്ഷണമാണ് ആദ്യം ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം കേരളത്തിൽ മതേതര നിലപാടെടുക്കുന്നവർക്കൊരു മേൽക്കൈ പൊതുവിലുണ്ട്. ഒരു മതേതര മനസ്സാണ് കേരളത്തിലുള്ളത്. ആ മനസ്സിലൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം മതനിരപേക്ഷ സമീപനം എടുക്കുന്നില്ല എന്നൊരു സംശയം ജനിപ്പിക്കുക. മറ്റൊന്ന്, ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് നമ്മുടെ ജനസംഖ്യയിൽ ഒരു കാര്യമായ സാന്നിധ്യമുണ്ട്. അവർക്കിടയിലും ഒരു സംശയം ജനിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുക. ഈ 3 കാരണങ്ങളാണുള്ളത്. വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യാതാക്കുക, മതനിരപേക്ഷ മനസ്സിലൊരു സംശയം ജനിപ്പിക്കുക,
മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്കിടയിൽ ഒരു ആശങ്ക ഉണ്ടാകും. അപ്പൊ ഈ സംബന്ധിച്ച വസ്തുതകൾ നോക്കുന്നവർക്കൊരു സംശയം ഉണ്ടാവില്ല. ഇപ്പൊ കേരള നിയമസഭയിലേക്ക് ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS നിയന്ത്രിക്കുന്ന BJPക്ക് ഒരു സീറ്റേ കിട്ടിയിട്ടുള്ളൂ. ആ സീറ്റ് കിട്ടിയത് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ അറിയാം, UDFന്റെ വോട്ട് മറിഞ്ഞു കിട്ടിയത് കൊണ്ടാണ് നിയമസഭയിൽ BJPക്ക് ഒരു അംഗം ഉണ്ടായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സഹ പിണറായി വിജയൻ നിങ്ങൾക്കെല്ലാം ഓർമ്മയുള്ള ഒരു ഭാഷയിൽ ഒരു പ്രസ്താവന നടത്തി. എന്താ, നിയമസഭയിൽ BJPക്കുള്ള ഒരു അംഗമെന്നുള്ള അക്കൗണ്ട്, ആ BJP അക്കൗണ്ട് ഞങ്ങൾ ഇത്തവണ പൂട്ടിക്കും എന്ന് പിണറായി വിജയൻ പറഞ്ഞു. വി ശിവൻകുട്ടി ആണ് അവിടെ മത്സരിച്ച് CPMന്റെ പ്രതിനിധിയായി ആ അക്കൗണ്ട് പൂട്ടിച്ചത്. അതിനുശേഷം ഇപ്പൊ ലോക്സഭയിൽ BJPക്ക് ഒരു പ്രതിനിധിയുണ്ട് കേരളത്തിൽ. ആ പ്രതിനിധി എങ്ങനെയാ ഉണ്ടായത്? ആ പ്രതിനിധി ഉണ്ടായത് നിയമ മോഡലാണ്. BJPയുടെ MP ഇപ്പൊ ലോക്സഭാ അംഗം ഇപ്പൊ വന്ന ആ മണ്ഡലത്തിൽ സിറ്റിംഗ് MP ശ്രീ TN പ്രതാപനായിരുന്നു, കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അദ്ദേഹം ജയിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിൽ ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് വോട്ട് തൃശ്ശൂരിൽ നിന്ന് BJP MP ജയിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ശ്രീ K മുരളീധരനാണ് അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. BJPയുടെ ജയിച്ച തൃശ്ശൂർ MP ഭൂരിപക്ഷം 75,000. വളരെ ലളിതമായ ഗുണകോഷ്ടം, കൂട്ടലും കുറയ്ക്കലും അറിയാവുന്നവർക്ക് പോലും ഇത് മനസ്സിലാവും. ഇപ്പൊ കേരളത്തിൽ ശ്രീ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും സണ്ണി ജോസഫിനും K സുധാകരനൊന്നും ഈ കൂട്ടാനും കഴിക്കാനും അറിഞ്ഞൂടെ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി അവർക്കറിഞ്ഞൂടെങ്കിൽ അവര് പറയുന്നത് കേട്ട് എന്തെങ്കിലും പറയാൻ പുറപ്പെടുന്ന ശ്രീ മല്ലികാർജുൻ ഖാർഗെയ്ക്കും ശ്രീ രാഹുൽ ഗാന്ധിക്കും കൂട്ടാനും കുറയ്ക്കാനും കഴിയണം. അപ്പൊ ഈ 2 സീറ്റിലെങ്കിലും എന്താണ് ഉണ്ടായെന്നുള്ളത് അന്വേഷിക്കണം. പിന്നെ അടുത്ത കാലത്താണ് ശ്രീ KP ഉണ്ണികൃഷ്ണൻ മരിച്ചത്. നിങ്ങളുടെ പ്രൊഫഷനിൽപ്പെട്ട ആളാണ്, വളരെ പ്രശസ്തനായ പത്രപ്രവർത്തകനായിരുന്നു, പിന്നെ രാഷ്ട്രീയത്തിലേക്ക്. അദ്ദേഹം മരിച്ചപ്പോൾ എല്ലാ പത്രങ്ങളും എഴുതിയ ഒരു കാര്യമുണ്ട്. 1991 തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുമ്പോൾ കണ്ണൂർ ജില്ലയിലെ ചില അസംബ്ലി മണ്ഡലങ്ങളും വടകര പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. BJPക്കും കോൺഗ്രസിനും ലീഗിനും അവിടെ പൊതു സ്ഥാനാർത്ഥിയായിരുന്നു അഡ്വക്കേറ്റ് രത്നസിംഗ്. അതേസമയം അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. ആ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിൽ RSS കാരനും വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവുമായ ഡോക്ടർ K മാധവൻകുട്ടിയായിരുന്നു BJPയുടെയും ലീഗിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥി. എന്നാൽ ഈ 2 സ്ഥലത്തും പരസ്യമായിട്ട് ഇങ്ങനെ ഒരു അവസരവാദ കൂട്ടുകെട്ടുണ്ടായതിൽ ക്ഷുഭിതരായ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പാർലമെന്റിലേക്കും വടകരന്ന് ജയിപ്പിച്ചു, അസംബ്ലിയിലേക്കും ബേപ്പൂരിൽ നിന്ന് ജയിച്ചു. പിന്നെ EMSും AKജിയും അസംബ്ലിയിലും പാർലമെന്റിലും 60കളിൽ മത്സരിക്കുമ്പോൾ അന്നത്തെ ജനസംഘമാണ്. ആ ജനസംഘത്തെ കൂട്ടുപിടിച്ചിട്ടുണ്ട് കോൺഗ്രസ് EMSനെ തോൽപ്പിക്കാനും AKജിയെ തോൽപ്പിക്കും. അപ്പൊ ഈ ചരിത്രമെല്ലാം ഉണ്ട്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇതുപോലുള്ള സഹകരണം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം BJPക്ക്, കൊല്ലം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFനും ഇവര് പരസ്പര ധാരണയോടുകൂടി 2 വോട്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് 2 ഉണ്ടായിരുന്ന CPIMന്റെ നേതൃത്വത്തിലുള്ള LDF കോർപ്പറേഷൻ നേതൃത്വം പരാജയപ്പെടുത്തപ്പെട്ടത്. ആ 2 സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ കഴിയും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് 50% സീറ്റ് കിട്ടിയപ്പോൾ പ്രത്യുപകാരമായി അവിടെ തന്നെ UDFന്റെ സീറ്റ് വർദ്ധിക്കാനും BJP സഹായിച്ചിട്ടുണ്ട്. കൊല്ലത്ത് കോൺഗ്രസ് നേതാവിനെ കോർപ്പറേഷൻ ചെയർമാനാകാൻ പറ്റിയപ്പോൾ BJP കൗൺസിലർമാരുടെ എണ്ണം കൊല്ലത്ത് വർദ്ധിച്ചിട്ടുണ്ട്. ഇത് പരസ്പര സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ യാതൊരു ലജ്ജയും കൂടാതെ ഇത്തരത്തിലുള്ള ഏർപ്പാടുകളിൽ BJPയും കോൺഗ്രസും മുസ്ലിം ലീഗും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായേക്കും എന്നുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ മുമ്പ് UDF നോട്ട് ചെയ്തിട്ടുള്ള വലിയൊരു വിഭാഗം ആളുകൾ UDFുമായിട്ടുള്ള ബന്ധം ഈ തെരഞ്ഞെടുപ്പിൽ വിച്ഛേദിക്കും. കാര്യം എല്ലാ തരത്തിലുള്ള വർഗീയതയുമായി അവസരവാദപരമായിട്ട് കൂടുന്നവരാണ് കോൺഗ്രസുകാർ, UDF. അതുകൊണ്ട് അതിനോട് സഹകരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിലേക്ക് ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് തടയാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിലൊരു കള്ളപ്രചാര വേല നടക്കുന്നത്. ഇനി ഞാൻ വികസനവുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. അധികം പറയേണ്ട കാര്യമില്ല. എന്നാൽ
ഒട്ടേറെ കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും മുഖ്യമായും ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലെ ഒറ്റപ്പെട്ട ചില വീഴ്ചകൾ അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് ആരോഗ്യ മേഖലയ്ക്കെതിരായിട്ട് വലിയ ചില പ്രചരണങ്ങൾ കെട്ടഴിച്ചുകൂടിയുണ്ടായി. ആ ഒറ്റപ്പെട്ട വീഴ്ചകൾ ഏതാണെന്ന് ഞാൻ പറയേണ്ടതില്ല. പക്ഷെ അപ്പോഴാണ് ഞാൻ തന്നെ ചില കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയത്. ലോകാരോഗ്യ സംഘടനയുടെ സ്ഥിതിവിവരക്കണക്കുകളുണ്ട്. ഓപ്പറേഷനുകൾ നടക്കുമ്പോൾ, ഓപ്പറേഷനുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഈ റിസ്ക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന ഒരു പ്രവൃത്തിയാണ്. കാര്യം ശരീരഭാഗങ്ങൾ മുറിച്ച് തുറന്ന് അവിടെ കറക്ഷൻസ് വരുത്തുകയാണ്. അവിടെ വൈദ്യശാസ്ത്രത്തിന്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചില ഭാഗങ്ങൾ മുറിച്ചു മാറ്റുകയാണ്, ചിലത് കൂട്ടിയോജിപ്പിക്കുകയാണ്. ഇതെല്ലാമാണല്ലോ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് രോഗിയുടെ അടുത്ത് നിന്ന് ഒപ്പിട്ട് വാങ്ങിക്കുന്നത്, രോഗിയുടെ ബന്ധുവിൻ്റെ അടുത്ത് നിന്ന് ഒപ്പിട്ട് വാങ്ങിക്കുന്നത്. കാര്യം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അഭിമുഖീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സർജൻസ്, ശസ്ത്രക്രിയ നടത്തുന്നവർ അവർ പരമാവധി സത്യസന്ധമായിട്ടാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിനിടയ്ക്കും അപകടങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് 100 ഓപ്പറേഷനുകൾ നടത്തുമ്പോൾ ഡോക്ടർമാർ എത്ര കരുതലോടുകൂടി ശ്രമിച്ചാലും ഒരു 10% വരെ റിസ്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാം. ആ പ്രശ്നങ്ങളിൽ ഒരു തരത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളും ഉണ്ടാവാം, ഒഴിവാക്കാമായിരുന്ന പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഒഴിവാക്കാമായിരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ആ ഡോക്ടർമാർക്കെതിരെ നടപടി വേണം, നഴ്സാണെങ്കിൽ നടപടി വേണം, തിരുത്തൽ വേണം. അതൊക്കെ ശരി തന്നെയാണ്. ഇത് ഞാൻ ആമുഖമായിട്ട് പറയാം. അപ്പൊ കേരളത്തിലും ഈ ലോക നിലവാരം വെച്ച് നോക്കുമ്പോൾ ലോകത്ത് പൊതുവിൽ 10% വരെ ഓപ്പറേഷനിൽ പ്രശ്നം ഉണ്ടാകാമെങ്കിൽ ആ 10% വരെ പ്രശ്നം കേരളത്തിൽ ഉണ്ടാകുന്നില്ല. അവിടെയും കേരളത്തിന്റെ പൊതുവിലുള്ള പെർഫോമൻസ് ലോകവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മെച്ചപ്പെട്ടതാണ്. ഈ ചൈൽഡ് മോർട്ടാലിറ്റി പോലെ അമേരിക്കയിൽ 5.6 ചൈൽഡ് മോർട്ടാലിറ്റി. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കുറവ് ശിശുമരണമുള്ളത് കേരളത്തിലാണ്. അത് 5. അമേരിക്കയെക്കാളും താഴെയാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന. ഇനി അന്വേഷിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നിയത്, നിങ്ങളോട് ഈ സന്ദർഭത്തിൽ പറയണമെന്ന് തോന്നിയതുമായ ഒരു കാര്യം ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടത്. പണ്ടെല്ലാം ഹൃദ്രോഗം ഒരു നാട്ടിൻപുറത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ താലൂക്ക് ആശുപത്രിയിലോ അടുത്തുള്ള ആശുപത്രിയിലോ കൊണ്ടുചെല്ലുന്നു. ഡോക്ടർ പറയുന്നു ഇത് ഹൃദ്രോഗമാണ്, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകലേ മാർഗമുള്ളൂ. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് അപകടം സംഭവിക്കാം. പിന്നെ അടുത്ത് വലിയ സ്വകാര്യ ആശുപത്രികളുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോകാം, അവിടെ കൊണ്ടുപോയാൽ ചിലപ്പോൾ രക്ഷപ്പെടും. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം എന്താണ്? കേരളത്തിലെ താലൂക്ക് ജില്ലാ ആശുപത്രികളിലും ജനറൽ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും പ്രാഥമിക പരിചരണം മാത്രമല്ല, ബ്ലഡ് ക്ലോട്ട് പോലെയുള്ള, രക്തം കട്ടപിടിക്കുന്നത് പോലെയുള്ള സാർവത്രികമായി ഉണ്ടാകുന്ന ഒരു ഹൃദ്രോഗ രീതിയാണ്. അതിന് കൊടുക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. റീറ്റിപ്ലേസ് എന്നാണ് അതിന് പറയുക. ഞാനിത് മനസ്സിലാക്കി പഠിച്ചു പറയുകയാണ്, അതുകൊണ്ട് ഞാനിത് ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. RETEPLAC, റീറ്റിപ്ലേസ് എന്ന് പറയുന്നത് ഇതൊരു ഇഞ്ചക്ഷനാണ്. 2 ഷോട്ട് എടുക്കണം. ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് അലിയിച്ച് കളയാം. ഒരു ഷോട്ടിന് 30,000 രൂപയാണ്. ഈ ചികിത്സ 2 ഷോട്ട് എടുക്കുന്നതിന് 60,000 രൂപ ചെലവ് വരും. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും, എല്ലാ ഗവൺമെന്റ് ജനറൽ ആശുപത്രികളിലും, എല്ലാ ഗവൺമെന്റ് ജില്ലാ ആശുപത്രികളിലും, മിക്കവാറും താലൂക്ക് ആശുപത്രികളിലും ഈ റീറ്റിപ്ലസ് ചികിത്സ ലഭ്യമാണ്. സൗജന്യമായി ചികിത്സ ലഭ്യമാണെന്നുള്ളത് മാത്രമല്ല, ഗവൺമെന്റ് ആശുപത്രിയിൽ ഈ ചികിത്സ സൗജന്യമാണ്. ഇങ്ങനെ വൻകിട സ്വകാര്യ ആശുപത്രികളിൽ മാത്രം ലഭിക്കുന്ന പല ചികിത്സകളും കേരളത്തിൽ താലൂക്ക് ആശുപത്രികൾ വരെ ലഭ്യമാക്കുന്ന തരത്തിൽ കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ പൊതുജനാരോഗ്യ വകുപ്പ് പ്രവർത്തിക്കുന്നതിൽ കുണ്ഠിതമുള്ള സ്വകാര്യ ആശുപത്രി ലോബികളിൽ ചിലർ കൂടി ചേർന്നാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം മഹാകുഴപ്പമാണെന്നുള്ള അബദ്ധ പ്രചാരണം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനീ പറഞ്ഞത് ഏതെങ്കിലും ഗവൺമെന്റ് ആശുപത്രികളിൽ ഒഴിവാക്കാവുന്ന തരത്തിലുള്ള വീഴ്ചകൾ സർജറിയുടെ സമയത്തോ ചികിത്സയുടെ സമയത്തോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാനല്ല. അത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് കർശനമായ നടപടി എടുക്കുക തന്നെ വേണം. പക്ഷേ
ഈ ഒറ്റപ്പെട്ട പ്രവണതകളെ സാമാന്യവൽക്കരിക്കുന്ന ഒരു പ്രശ്നം കേരളത്തിൽ ഈ പറഞ്ഞ കാരണത്താൽ, അതിന്റെ ക്ലാസിക് എക്സാമ്പിളാണ് ഈ റീറ്റി പ്ലസ് ചികിത്സ. അത് ഡോക്ടർമാരുമായിട്ട് സംസാരിച്ച് അവരിൽ നിന്ന് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പഠിച്ചതാണ്, നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തീരുമാനിച്ചതാണ്. ഇപ്പോൾ അവയവദാന ചികിത്സ നടത്താനുള്ള പ്രത്യേക ആശുപത്രി കേരളത്തിൽ ഉയർന്നു വരികയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒരു ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ എറണാകുളത്താണ് ഇന്ത്യയിൽ ആദ്യമായി നടക്കുന്നത്, ഒരു ഗവൺമെന്റ് ആശുപത്രി. അപ്പൊ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയണം. ആ കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും കാര്യക്ഷമമായി 10 വർഷം കേരള ഭരണത്തിന് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും സംസ്ഥാനത്തിന്റെ ഭരണ നേതൃത്വത്തിലേക്ക് വരുന്നതിന് ജനങ്ങൾ സഹകരിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ്. ഈ 10 വർഷം സമർത്ഥമായി ഈ ഗവൺമെന്റ് നേതൃത്വം കൊടുത്തത് ഈ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിട്ടുള്ള ധർമ്മടത്ത് നിന്ന് മത്സരിച്ച് ജയിച്ച പരിണിതപ്രജ്ഞനായ നേതാവ് സഹ പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇന്ന് രാവിലെ ഈ ജില്ലയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതിൽ വ്യക്തിപരമായി എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് എന്നുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ആമുഖമായിട്ടുള്ള അവതരണം ഒരല്പം നീണ്ടുപോയത് ദയവായി ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവതരണം നീണ്ടുപോയത് കൊണ്ട് തന്നെ അതിന് പരിഹാരമായിട്ട് മറുപടികൾ ചോദ്യത്തിന് കഴിയുന്നതും ചുരുക്കി പറയാം എന്നുകൂടി വാഗ്ദാനം നൽകുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് അറിയുന്നത് SDP ആയിട്ട് CPM സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. CPMന്റെ കണക്കിൽ വലിയ കക്ഷികൾ എന്ന കണക്കിൽ വരുന്നത് SDP-യുമായി CPIM യാതൊരു നീക്കുപോക്കും ഉണ്ടാക്കിയിട്ടില്ല, ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. SDP ഇപ്പോൾ നടത്തുന്ന പ്രവർത്തന ശൈലി ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുഗുണമല്ല എന്ന അഭിപ്രായമാണ് CPIMന്റെ നിരീക്ഷണം. ഇത്തരത്തിലുള്ള പാർട്ടികളെല്ലാം അവരുടെ നിലപാടുകൾ തിരുത്തണം, ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തന ശൈലി അവർ സ്വീകരിക്കണം. അവർക്ക് തന്നെ നല്ലതല്ല മറ്റു തരത്തിലുള്ള രീതികൾ പിന്തുടരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ മതരാഷ്ട്രവാദികളാണ്. അപ്പം അങ്ങനല്ല, ആ നിലപാട് ഞങ്ങൾക്കില്ല എന്നാണെങ്കിൽ അതവർ തുറന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. അതാണ് ഈ പാർട്ടികളെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ആരൊക്കെയാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളവരുണ്ട്, അവരുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് LDF പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. PDPയുടേതായ നിലയിൽ അതിന്റെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുക. അത് PDPയുടെ സ്വാതന്ത്ര്യമാണ് അങ്ങനെ പ്രഖ്യാപിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആശ്രയം എന്ന നിലപാട് PDP പിന്തുടർന്നുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള പ്രഖ്യാപനമാണ്. അല്ല, ഇപ്പോ ഏതെല്ലാം വർഗീയമാണ് ഏതെല്ലാം വർഗീയമല്ല എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അഭിപ്രായമുണ്ടല്ലോ. PDP ഒരു ഘട്ടത്തിൽ വർഗീയമായ ചില നിലപാടുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. ശ്രീ മദനിയും അത്തരം നിലപാടുകൾ എടുത്തിരുന്നു. എന്നാൽ ശ്രീ മദനി തന്നെ പിന്നീട് വ്യക്തമാക്കി, തന്റെ സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുൽ നാസർ മദനിക്ക് ഒരു പങ്കുമില്ലാത്ത സംഭവങ്ങളിൽ അദ്ദേഹം പങ്കാളിയാണെന്ന് കൃത്രിമമായി രാഷ്ട്രീയ വൈരാഗ്യത്തോടുകൂടി രേഖകൾ ഉണ്ടാക്കി അദ്ദേഹത്തെ കേസിൽപ്പെടുത്തുകയും അദ്ദേഹത്തെ വേട്ടയാടുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ മുമ്പ് ഞാൻ എടുത്തിരുന്ന നിലപാട് ഉപേക്ഷിച്ചുകൊണ്ട് നിയമപരവും ജനാധിപത്യപരവുമായ പ്രവർത്തനം മാത്രമേ ഞാൻ നടത്തുകയുള്ളൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതനുസരിച്ചുള്ള മാറ്റം അദ്ദേഹത്തിലും PDPയുടെ സമീപനത്തിലുമുണ്ട്. പക്ഷെ അത് പ്രത്യേകം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അല്ല, ഈ ഇത്തരത്തിലുള്ള ആരോപണം വരുമ്പോൾ അതിന് മറുപടി പറയണം. അതിന് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം ആരോപണം ഉന്നയിക്കുന്നത് ഇന്ത്യയിലെ വളരെ പ്രമുഖരായ
രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള അസംബന്ധങ്ങൾ ഞങ്ങൾ പറയാൻ തീരുമാനിച്ചിരിക്കുന്നു കേരളത്തിലെ UDF നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും തീരുമാനിക്കുകയാണെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്. പക്ഷെ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വത്തെക്കുറിച്ച് ഇത്തരം അസംബന്ധങ്ങൾ പറയിക്കരുത് എന്നൊരു അപേക്ഷ കോൺഗ്രസിന്റെയും UDFന്റെയും സംസ്ഥാന നേതൃത്വത്തോട് എനിക്കുണ്ട്. അങ്ങനെ തെറ്റായ കാര്യങ്ങൾ അവർ പറയുമ്പം അതിന് അത്യാവശ്യം മറുപടി പറഞ്ഞു പോകണം. അത്യാവശ്യം മറുപടി പറയുന്നതിനപ്പുറം ഈ വിഷയത്തിൽ കിടന്ന് കെട്ടിത്തിരിയുക എന്ന ഒരു വ്യതിയാനത്തിലേക്ക് CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ പോകാൻ പാടില്ല എന്നുള്ള കാര്യം ഞങ്ങളുടെ പൊതുധാരണയാണ്. അതിൽ ആരെങ്കിലും വഴിതെറ്റി ഇതിന്റെ പിന്നാലെ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിലുള്ള പ്രശ്നം, ഈ കോൺഗ്രസിന് പല സംസ്ഥാനത്തിലും പല സ്ഥിതിഗതികളെല്ലാം ഉണ്ട്. ഇപ്പോ കർണാടകയിൽ സിദ്ധരാമയ്യ ഗവൺമെന്റ് ഉണ്ട്. ആ സിദ്ധരാമയ്യ ഗവൺമെന്റ് ലേബർ കോഡ് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. INTUC CITUവിനോടും AITUCയോടും എല്ലാം ഒപ്പം ലേബർ കോഡിനെതിരായിട്ട് അഖിലേന്ത്യാ തലത്തിൽ ഫെബ്രുവരി 12 സമരം നടത്തി. ലേബർ കോഡിനെതിരായിട്ട് നമ്മുടെ ജോൺ ബ്രിട്ടാസും ശിവദാസനും റഹീമും അതുപോലെ തന്നെ ലോക്സഭയിലുള്ള രാധാകൃഷ്ണനും തമിഴ്നാട്ടിൽ നിന്നുള്ള വെങ്കടേശനും സച്ചിദാനന്ദനും അമരാറാമും ഒക്കെ പാർലമെന്റിന്റെ പുറത്ത് ലേബർ കോഡിനെതിരായിട്ട് ആ ലേബർ കോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർലമെന്റ് വരുമ്പോഴും അല്ലാത്തപ്പോഴും യഥാർത്ഥത്തിൽ പണിമുടക്ക് നടന്ന ദിവസം ഫെബ്രുവരി 12 ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഇവരെല്ലാം വലിയ ബാനറും പിടിച്ചിട്ട് നിന്നപ്പോൾ മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ അതിൽ പങ്കെടുത്തു. പക്ഷേ കോൺഗ്രസ് നേതാവ് സിദ്ധരാമയ്യ ലേബർ കോഡ് നടപ്പാക്കുകയാണ് കർണാടകയിൽ. ഇത് മാത്രമല്ല, പാലസ്തീൻ പ്രശ്നത്തിൽ ഡൽഹിയിൽ യോജിച്ച ചില പരിപാടികൾക്ക് പ്രസ്താവന പുറപ്പെടുവിക്കാനും ഒക്കെ പാർലമെന്റിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ചില സമയത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാരും വരും. ശ്രീമതി സോണിയാഗാന്ധി ഒരു ലേഖനം തന്നെ ഹിന്ദുവിനകത്ത് എഴുതിയിരിക്കുന്നു. പക്ഷെ കോൺഗ്രസിൽ തന്നെ ശശി തരൂരും മനീഷ് തിരുവേദിയും മറ്റു പലരും നരേന്ദ്രമോദിയുടെ സമീപനം, ഇസ്രായേലിനെ അനുകൂലിക്കുന്ന സമീപനം, പരോക്ഷമായി അതിനെ ന്യായീകരിക്കുന്ന ലേഖനങ്ങൾ അവർ എഴുതുന്നു. അങ്ങനെ പല ദിശയിൽ പോവുക എന്നുള്ളത് കോൺഗ്രസിനുള്ളിൽ ഒരു പ്രശ്നമാണ്. CPIMനെ സംബന്ധിച്ചിടത്തോളം CPIMന് ഒരു നയമാണ് അഖിലേന്ത്യാ തലത്തിലുള്ളത്. ആ നയമാണ് CPIMന്റെ എല്ലാ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കും എല്ലാ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും ഉള്ളത്. അതിനകത്ത് യാതൊരു വ്യത്യാസങ്ങളുമില്ല. പിന്നെ കോൺഗ്രസ് BJPക്ക് നേതാക്കന്മാരെ സംഭാവന ചെയ്യുമ്പോൾ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് BJPയുടെ പോഷക സംഘടനയാണ് എന്ന് ചോദിച്ചു. ഇപ്പൊ എൻ്റെ അടുത്ത് ആസാമിൽ നിന്നുള്ള ചില വിവരങ്ങളുണ്ട്. ആസാമിലെ വിവരമനുസരിച്ച് അവിടുത്തെ ഓൾ ഇന്ത്യ UDF AIUDF എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നാണ്. ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യുണൈറ്റഡ് ഫ്രണ്ട് നിലവിലുള്ള അസംബ്ലിയിൽ 16 അംഗങ്ങളുള്ള ഒരു പാർട്ടിയാണ്. കൂടുതലും ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. അത് കോൺഗ്രസ് ഉൾപ്പെടെ CPIM ഉൾപ്പെടെ വളരെ വിശാലമായ ഒരു BJP വിരുദ്ധ രാഷ്ട്രീയ പോരാട്ട വേദി ഇപ്പം തമിഴ്നാട്ടിലുള്ളതുപോലെ ആസാമിൽ രൂപപ്പെടുത്തിയിരുന്നു. ആർക്കെതിരായിട്ട്? BJPയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരായിട്ട്. ആരാണ് ഈ ഹേമന്ത ബിശ്വ ശർമ്മ? അവിടുത്തെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെന്റിലെ മന്ത്രിയായിരുന്നു. അക്കാലത്ത് അദ്ദേഹം അഴിമതി നടത്തി എന്നതിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷണം നടത്തി. അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന് പത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആ അന്വേഷണം മുഴുവൻ നിന്നു. EDയുടെ എന്ത് സംഭവിച്ചു? അദ്ദേഹം BJP നേതാവായിട്ട് മാറി. അദ്ദേഹം ഇപ്പോ BJPയുടെ ആസാം സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കോൺഗ്രസിൽ നിന്നും നേതാക്കന്മാരെ കൂട്ടത്തോടുകൂടി BJPയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പം BJPയിലുള്ള RSSലൊക്കെ പ്രവർത്തിച്ചിരുന്ന കുറച്ചുപേര് പറയുന്നത് ഈ ഹേമന്ത ബിശ്വ ശർമ്മ BJPയെ കോൺഗ്രസ് ആക്കാൻ ശ്രമിക്കുകയാണ്. കോൺഗ്രസിലുള്ള നേതാക്കന്മാരെ എല്ലാം BJP ഉൾക്കൊള്ളിച്ചുകൊണ്ട്. അപ്പൊ ഇങ്ങനെയെല്ലാമുള്ള ആരോപണങ്ങൾ. അപ്പം ഇന്നത്തെ കോൺഗ്രസ് നാളെ BJP ആയി മാറും.
ചിലയിടത്ത് BJP-ക്കാർ കോൺഗ്രസിലേക്ക് മാറുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്ന തരത്തിൽ രാഷ്ട്രീയമായ വേർതിരിവുകളോ ഒന്നുമില്ലാത്ത രണ്ട് പാർട്ടികളായി പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസും BJP-യും മാറിക്കൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രി റാണ ഉൾപ്പെടെയുള്ള ഒരുപിടി ആളുകൾ BJP-യിൽ ചേർന്നിട്ടുണ്ട്. പാർലമെന്റിലുള്ള BJP-യുടെ 1/3 അംഗങ്ങൾ, 100-ലധികം അംഗങ്ങൾ മുൻ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു. അപ്പൊ ഇത് കണ്ട് BJP-യുടെ ഇത്തരത്തിലുള്ള കോൺഗ്രസുകാരെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വളർച്ച കണ്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെക്ക് ഒരു സംഭ്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതാക്കന്മാര് ചെവിയിൽ ഓതിക്കൊടുക്കുന്ന കാര്യങ്ങൾ ഒരു വെരിഫിക്കേഷൻ നടത്താതെ, ഒരു അന്വേഷണം നടത്താതെ അദ്ദേഹവും വിളിച്ചു പോകുന്നത്. BJP എന്ന് പറയുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS-നാൽ നിയന്ത്രിക്കപ്പെടുന്ന പ്രസ്ഥാനം അത് നവഫാസിസ്റ്റ് പ്രവർത്തന രീതികൾ പിന്തുടരുന്നു എന്നാണ് മധുരയിൽ ചേർന്ന CPIM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചത്. അതുകൊണ്ട് ആ പാർട്ടി കോൺഗ്രസ് ആവിഷ്കരിച്ചിട്ടുള്ള രാഷ്ട്രീയ നയം RSS നിയന്ത്രിക്കുന്ന BJP-യെ പരാജയപ്പെടുത്താൻ ഏതെല്ലാം ശക്തികളെ RSS BJP-ക്കും BJP-യുടെ അനുകൂലികൾക്കുമെതിരായി എവിടെല്ലാം അണിനിരത്താൻ കഴിയുമോ അവിടെയെല്ലാം അണിനിരത്തണമെന്നുള്ളതാണ്. ആ നിലപാട് ശരിയായ നിലപാടാണ്. കോൺഗ്രസിന്റെ ചാഞ്ചാട്ടമോ കോൺഗ്രസിന്റെ ബലഹീനതകളോ കോൺഗ്രസിൽ ചിലർ BJP-യിൽ പോയി ചേരുന്നത് പോലുള്ള പ്രശ്നങ്ങളോ ഒന്നും BJP-ക്കെതിരായിട്ടുള്ള സമരത്തിൽ കോൺഗ്രസിനെ സാധ്യമായിടത്തെല്ലാം ഉപയോഗിക്കണമെന്നുള്ള CPIM പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനത്തെ തള്ളിക്കളയുന്നതിന് കാരണമാവുന്നില്ല. അപ്പോൾ പാർട്ടിയുടെ നിലപാടിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അപ്പൊ കോൺഗ്രസുമായി സഹകരിച്ചാൽ മാത്രമേ BJP-യെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ള കുറെ സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്. ആ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം CPIM അംഗീകരിക്കുന്നു. എന്നാൽ BJP-ക്കെതിരായിട്ട് അടിയുറച്ചു നിന്ന് പോരാടേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വ്യക്തതയുണ്ടോ ചില സ്ഥലങ്ങളിൽ? ഉദാഹരണത്തിന് ഡൽഹി, നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോഴും BJP-ക്ക് ഡൽഹി യൂണിയൻ ടെറിട്ടറിയുടെ ഭരണം കിട്ടിയിരുന്നില്ല. അവിടെ ആം ആദ്മി പാർട്ടിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോ അവിടെ BJP-യാണ് ഭരിക്കുന്നത്. എങ്ങനെയാണ് ഡൽഹിയിൽ BJP-ക്ക് ഭരിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമുണ്ടായത്? ആം ആദ്മി പാർട്ടി മുഖ്യമന്ത്രി കേജ്രിവാളും ഉപമുഖ്യമന്ത്രി സിസോദിയും എല്ലാം അഴിമതിക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ള ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചു. ഇന്ത്യ ബ്ലോക്കിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്നുള്ളത് കോൺഗ്രസ് മറന്നുപോയി. ഇനി അഥവാ അവർ അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ പറയാമായിരുന്നു. ഇപ്പൊ എന്താ സ്ഥിതി? ജയിലിൽ കിടന്ന കേജ്രിവാളിനെയും ജയിലിൽ കിടന്ന സിസോദിയയെയും അതുമായി ബന്ധപ്പെട്ട കേസും ഒക്കെ സംബന്ധിച്ച് കോടതി വിധി എന്താ പറഞ്ഞത്? ഈ അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമാണ്, അവരെ കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ് കോടതി. അപ്പം കുറ്റവിമുക്തരാക്കപ്പെട്ട കേജ്രിവാളും സിസോദിയയും ഇനി BJP-ക്കെതിരായിട്ട് കോൺഗ്രസുമായിട്ട് സഹകരിക്കാൻ വരുമോ? കാര്യം അവരെ ജയിലടയ്ക്കുന്നതിന് കൂട്ടുന്നതാരാ? കോൺഗ്രസ്സാണ്. അപ്പൊ കോൺഗ്രസിന് BJP-ക്കെതിരായി സമരം ചെയ്യാനൊരു ഉത്തരവാദിത്വമുണ്ട്. BJP-ക്കെതിരായിട്ട് കോൺഗ്രസ് സമരം ചെയ്യാൻ സഹകരിക്കുന്നിടത്തെല്ലാം കോൺഗ്രസുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോൾ തന്നെ അഖിലേന്ത്യാ തലത്തിൽ ഉത്തരവാദിത്വത്തോടുകൂടി BJP-ക്കെതിരായ ഒരു പ്രതിപക്ഷ പാർട്ടിയായി പ്രവർത്തിക്കുന്നതിന് പലപ്പോഴും കോൺഗ്രസ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഉയർന്ന രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും ഭരിച്ചിരുന്നു ഡൽഹി. ഷീലാ ദീക്ഷിത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ തങ്ങൾക്ക് ഭരിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് തങ്ങളിൽ നിന്നും BJP-യിൽ നിന്നും ഭരണം തട്ടിപ്പറിച്ചെന്നുള്ള കോൺഗ്രസിന്റെ വീക്ഷണമാണ്. ആ ആം ആദ്മി പാർട്ടിയെ തകർക്കുക, അതിനുവേണ്ടി ആരോപണം ഉന്നയിക്കുക. അപ്പൊ വളരെ ചുരുങ്ങിയ ഒരു ബോധത്തിലേക്ക്, എങ്ങനെയെങ്കിലും തങ്ങൾക്ക് ഭരണാധികാരം കിട്ടണമെന്നുള്ള ബോധത്തിലേക്കാണ് കോൺഗ്രസ് ചുരുങ്ങുന്നത്. അത് കോൺഗ്രസിന്റെ ഒരു പുതിയ പ്രശ്നമല്ല. കേരളത്തിലുള്ള നമുക്കറിയാം, 57-ൽ തെരഞ്ഞെടുപ്പിലൂടെ ഭൂരിപക്ഷം കിട്ടിയ EMS-ന്റെ ഗവൺമെന്റിന് നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോൾ
ഭരണഘടനയിലെ ഒരു വകുപ്പിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് പിരിച്ചുവിട്ട ജനാധിപത്യ ഘാതകന്മാരാണ് കോൺഗ്രസ്സുകാർ. ആ ജനാധിപത്യ വധം 1959 വിമോചന സമരാഭാസം നടത്തി കേരളത്തിന്റെ അന്തരീക്ഷത്തെ വർഗീയ കലുഷിതമാക്കി. അന്ന് വി ഡി സതീശന്റെയും കെ സുധാകരന്റെയും രമേശ് ചെന്നിത്തലയുടെയും കെ സി വേണുഗോപാലിന്റെയും മുൻമുറക്കാർ വിളിച്ചൊരു മുദ്രാവാക്യം എന്താ? തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും, പാളയിൽ കഞ്ഞി കുടിപ്പിക്കും. അതായിരുന്നു അന്നത്തെ കേരളം. അത് മാറ്റി ഫ്യൂഡലിസത്തെ തകർത്ത്, ജന്മിത്വത്തെ തകർത്ത്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തുല്യതാബോധം നൽകി കമ്മ്യൂണിസ്റ്റുകാർ ചെങ്കുടി പിണറായി വിജയന്റെ മുൻമുറക്കാർ. അപ്പൊ ഒരു ലജ്ജയുമില്ലാതെ പാളയിൽ കഞ്ഞി, പാളയിൽ മാത്രമല്ല കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്കറിയോ എന്താ കഞ്ഞിക്കുഴി? പാത്രം പോലും ഇല്ല. ഒരു കുഴി എടുത്തിട്ട് അതിലൊരു ഇലയിട്ട് ആ കുഴിയിൽ കഞ്ഞി ഒഴിച്ചു കൊടുക്കും. പലയിടത്തും ഉണ്ട് കഞ്ഞിക്കുഴി, കൂടുതലും തെക്കാണ്. കാര്യം മലബാർ ബ്രിട്ടന്റെ ഭാഗമായത്, ബ്രിട്ടീഷ് മദ്രാസി പ്രസിഡൻസിയുടെ ഭാഗമായതുകൊണ്ട് കുറച്ച് മാറ്റം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ യാഥാസ്ഥികയുടെ പക്ഷത്താണ് കോൺഗ്രസ് നിന്നിരുന്നത്. വിമോചന സമരകാലത്ത് ഈ മുദ്രാവാക്യമാണ് കോൺഗ്രസ്സുകാർ വിളിച്ചിരുന്നത്. അപ്പം വർഗീയതയുമായി കൂടാൻ, പ്രാകൃത രീതികളുമായിട്ട് കൂടാൻ കോൺഗ്രസിന് യാതൊരു മടിയുമില്ല. ഇത് കോൺഗ്രസ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഫാസിസ്റ്റ് RSS നിയന്ത്രിക്കുന്ന BJP എതിർത്ത് തോൽപ്പിക്കണം. അതിന് കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിൽ സഹകരിപ്പിക്കണമെന്ന വളരെ ശരിയായ സമീപനമാണ്. അല്ലാതെ ഇങ്ങനെയുള്ള ചില തെറ്റുകൾ കോൺഗ്രസ് ചെയ്യുന്നത് കൊണ്ട് ആ തെറ്റുകൾ ഗുരുതരമാണ്. അപ്പൊ കോൺഗ്രസുമായിട്ടുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ച് ഇന്ത്യ ബ്ലോക്ക് ആവശ്യമില്ല എന്നെന്റെ മാന്യ സുഹൃത്ത് ഉന്നയിച്ച ചോദ്യത്തോട് CPIM യോജിക്കുന്നില്ല. ഇന്ത്യ ബ്ലോക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെ അതിജീവിച്ച് കൂടുതൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം. RSS നിയന്ത്രിക്കുന്ന BJP വാഴ്ച ഇന്ത്യയിൽ അവസാനിക്കണം. അതിന് CPIMന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള സഹകരണത്തിന്റെ കുറവും ഉണ്ടാവുകയില്ല. അതേ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കണ്ണൂരിലെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള അവരുടെ ന്യായീകരിക്കുന്നത്. അല്ല, അതിൽ ഈ CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും ശരിയായ രാഷ്ട്രീയ നിലപാട് പിന്തുടർന്നുകൊണ്ട് പോകുന്നത്. കേരളത്തിലെ കോൺഗ്രസ് ആണെങ്കിൽ എല്ലാതരം വർഗീയതകളുമായി സഹകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസരവാദ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കോൺഗ്രസ്, പ്രത്യേകിച്ച് ആ കണ്ണൂരിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന കെ സുധാകരൻ ഞങ്ങൾ RSSന്റെ ആയുധ പരിശീലനത്തിന് കാവൽ നിന്നവരാണെന്ന് വിമ്പളക്കിയിട്ടുള്ളവരാണ് കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ, ശ്രീ കെ സുധാകരന്റെ നേതൃത്വത്തിൽ. അപ്പൊ RSSന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് അവർ പരിശീലനത്തിന് ക്യാമ്പ് നടത്തുമ്പോൾ ആ ക്യാമ്പ് സംരക്ഷിക്കാൻ നിന്നു എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയുന്ന കണ്ണൂരിലെ കോൺഗ്രസ്സുകാരോടും കേരളത്തിലെ കോൺഗ്രസ്സുകാരോടും സഹകരിച്ചുകൊണ്ട് എന്ത് ശരിയായ രാഷ്ട്രീയ നീക്കമാണ് ഈ പറഞ്ഞ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ വഞ്ചിച്ച് പുറത്തുപോയവർക്ക് സ്വീകരിക്കാൻ കഴിയുക? തെക്കൊരാളാണെങ്കിൽ എനിക്ക് BJPയുടെ 5000 വോട്ട് കിട്ടുമെന്ന് ഉറപ്പാണെന്ന് പറഞ്ഞിരിക്കുക, കോൺഗ്രസിന്റെ വോട്ടിന് പുറമെ. അപ്പൊ ഈ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഡീലിന്റെ ചില രൂപങ്ങൾ ഈ അവർ നിർത്തുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെയും വെളിപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളതാണ്. അമ്പത് 60 വർഷങ്ങളായിട്ട് നിന്ന 99.9% ആളുകളും ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി നിൽക്കുകയാണ്. ഇത്രയും കാലം നിന്നിട്ട് 4-5 പേരാണ് പോയിട്ടുള്ളത്. അവരുടെ കൂടെയും അവരുടെ പിന്നാലെ പോകാനും ആളുകൾ ഉണ്ടായിട്ടില്ല. ഈ 4-5 പേര് പോയതെന്തിനു വേണ്ടിയാ? പോയത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ്. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ സ്ഥാനമാനങ്ങൾ വേണ്ടെന്ന് വെക്കുന്നവരുടെ പാർട്ടിയാണ്, രക്തസാക്ഷികളാകാൻ തയ്യാറാകുന്നവരുടെ പാർട്ടിയാണ്. സുധീഷ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, യുവജന നേതാവ് RSSകാരാൽ കൊലപ്പെടുത്തപ്പെട്ടു. ഭാസ്കര കുമ്പള
എന്ത് പ്രതിഭാശാലിയായ ഒരു നേതാവായിരുന്നു, പ്രസ്ഥാനത്തിന്റെ ഭാവി നേതാവ്. സഖാവ് പി ജയരാജനെ തുണ്ടം തുണ്ടമായിട്ട് വെട്ടിയിട്ടില്ലേ? സഖാവ് ഇ.പി. ജയരാജന്റെ തലയിൽ വെടിയുണ്ട വായിച്ചില്ലേ പാർട്ടി ശത്രുക്കൾ? അപ്പൊ ഇങ്ങനെ സഖാവ് അഴീക്കോടനെ വെട്ടിക്കൊന്നില്ലേ? ഞാൻ ആദ്യം പറയേണ്ടിയിരുന്ന പേരാണ്. അപ്പൊ ജീവത്യാഗം ചെയ്യാൻ തയ്യാറായി വരുന്ന സഖാവ് പുഷ്പൻ ഉൾപ്പെടെയുള്ളവർ, റോഷന്റെയും ബാബുവിന്റെയും ഒക്കെ ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ രക്തസാക്ഷികളുടെ പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ എന്തെങ്കിലും രാഷ്ട്രീയ വിയോജിപ്പ് പറഞ്ഞിട്ട് ഏതെങ്കിലും സമയത്ത് പോവുകയല്ല. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തങ്ങൾ മോഹിച്ചതുപോലെ സീറ്റ് കിട്ടാതെ വരുമ്പോൾ തന്നെ ഇതുവരെ വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തെ പുച്ഛിച്ച് പ്രസ്ഥാനത്തെ അരിങ്കുല ചെയ്യാൻ നടന്ന എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ ഒപ്പം പോകാൻ തയ്യാറാവുന്ന ആ അധപ്പതനം പാർട്ടിയുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച് ചിലരിലെങ്കിലും ഉണ്ടാവുന്നുണ്ടല്ലോ എന്നുള്ളത്, അതെന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കുന്നു. പാർട്ടിയുടെ കൂടെ അല്ല, പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരിൽ ഇത്തരം മോഹം, സ്ഥാനമോഹം കൂടി വരുന്നില്ല. പാർട്ടി പ്രവർത്തിക്കുന്ന അപൂർവം ചിലരിൽ ഇത്തരം സ്ഥാനമോഹം രൂപപ്പെട്ടു വരുന്നു. അത് തക്ക സമയത്ത് കണ്ടുപിടിച്ച് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരുമായി ചർച്ച ചെയ്ത് അവരെ അത്തരത്തിലുള്ള വഴിതെറ്റലിൽ നിന്നും രക്ഷിക്കാൻ ഭാവിയിൽ കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും പാർട്ടി പുലർത്തുന്നതാണ്. പാർട്ടിയിൽ നിങ്ങളെല്ലാം അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഓരോ വർഷവും വ്യത്യസ്ത തരത്തിലുള്ള വ്യതിയാനങ്ങൾക്കെതിരായിട്ട് പാർട്ടി സഖാക്കളെ ജാഗരൂകരാക്കാൻ വേണ്ടിയിട്ടുള്ള റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ, തെറ്റുതിരുത്തൽ പ്രവർത്തനം പാർട്ടി നിരന്തരം ഏറ്റെടുക്കുന്നതാണ്. ഇനി നടക്കാനിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ ഈ സംഭവത്തിന്റെ അല്ല, ഓരോ വർഷവും ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ചർച്ച ചെയ്തിട്ടുണ്ട്, പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്തിട്ടുണ്ട്. പാർട്ടി രേഖകൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, അതിനകത്ത് ലീനത്തിനെല്ലാം ചർച്ച ചെയ്യുന്ന തെറ്റുതിരുത്തൽ പ്രവർത്തനം. ഇതിൽ നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. എന്നിട്ടും അവിടെയും ഇവിടെയും ഇത്തരം തൊഴിലാളി വർഗ വിരുദ്ധമായ മോഹങ്ങൾ ചിലരിൽ രൂപപ്പെട്ടു വരുന്നു. കാരണം ഈ സമൂഹത്തിൽ ഭരണവർഗ രാഷ്ട്രീയ പാർട്ടികളുടെ അധികാരാസക്തി, പദവിയിലുള്ള മോഹം, ഇതെല്ലാം അരങ്ങ് തകർക്കുന്ന നമ്മുടെ സമൂഹത്തിൽ അത്തരം പ്രവണതകളുടെ സ്വാധീനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരിലും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതിനെതിരായിട്ടുള്ള ജാഗ്രത പാലിക്കണം. സഖാവ് എ.കെ.ജിയുടെ ആത്മകഥ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. പാർലമെന്റ് അംഗമായി പോയി കഴിഞ്ഞപ്പോൾ സഖാവ് എ.കെ.ജി എഴുതി, പാവപ്പെട്ടവർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടിയെല്ലാം പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ജീവിതം നയിക്കുന്നവര് ഈ പാർലമെന്റിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വഴിതെറ്റാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്, ചതിക്കുഴികളുണ്ട്. ആ ചതിക്കുഴികളിലൊന്നും വീഴാതെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത കാത്തുസൂക്ഷിച്ച്, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തോടുള്ള പ്രതിബദ്ധത കാത്തുസൂക്ഷിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി എനിക്ക് തുടരാൻ കഴിയണമേ എന്നുള്ള ആഗ്രഹമാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് പറഞ്ഞ് എ.കെ.ജി എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് പാർട്ടി എത്രയോ കാലം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പം അവിടെ ഇവിടെയും ചിലർക്ക് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവും. എൻ്റെ ഒരു സുഹൃത്തായ കവി പറഞ്ഞിട്ടുണ്ട്, മഴ പെയ്യുമ്പോൾ കുട പിടിച്ചിട്ട് പോയാൽ മഴ നനയാതെ പോവാം, എന്നാലും ചില തുള്ളികൾ തെറിച്ച് നമ്മുടെ പുറത്ത് വീഴും. അപ്പൊ അതുപോലെ ഈ ഭരണവർഗ രാഷ്ട്രീയത്തിന്റെ ആധിപത്യം നിലനിൽക്കുന്ന, ഭരണവർഗ രാഷ്ട്രീയത്തിന്റെ വഴിതെറ്റലുകളും ചതിക്കുഴികളുമുള്ള ഈ സമൂഹത്തിൽ കരുതി സൂക്ഷിച്ച് തൊഴിലാളി വർഗ രാഷ്ട്രീയ ബോധത്തോടു കൂടി സഞ്ചരിക്കുമ്പോൾ ചില പിഴവുകൾ അവിടെ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെതിരായി കൂടുതൽ ജാഗരൂകത പാലിക്കുക എന്നുള്ളതാണ് ഒരേ ഒരു പരിഹാര മാർഗം. യാതൊരു തീരുമാനം ഉണ്ടായില്ല. അതിനുശേഷം പരസ്യമായി പുറത്തു വന്ന മാധ്യമങ്ങളെ കണ്ടു സംസാരിച്ചു. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതല്ലാതെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പാർട്ടി ഇപ്പോഴും തയ്യാറായി. അത് മറ്റു പാർട്ടികളെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നത് നല്ലതാണ്. വാട്ടബൂട്ടിസം എന്ന് പറയുമ്പോൾ മറ്റതിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഇപ്പം പല ചൂരൽമേടൊക്കെ വീട് നിർമ്മിക്കാൻ വേണ്ടി ഫണ്ട് സ്വീകരിച്ച പലതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നു. CPI-നെ സംബന്ധിച്ചിടത്തോളം കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുകയും പാർട്ടിക്കുള്ളിൽ അവതരിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളത് പാർട്ടിയുടെ തീരുമാനവും ഭരണഘടനയിലുള്ളതുമാണ്. മെയ് മാസം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി കൂടാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഡൽഹി വിട്ടു പോകുന്നതിന് മുമ്പ് അവിടെ തീരുമാനിച്ച കാര്യം നിങ്ങളോട് പറയാം. അടുത്ത കേന്ദ്ര കമ്മിറ്റിയിൽ 2
അവസാനം കണക്ക് അവതരിപ്പിച്ചത് മുതൽ അടുത്ത കേന്ദ്ര കമ്മിറ്റി കൂടുന്ന സമയം വരെയുള്ള കണക്ക് അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ ബന്ധപ്പെട്ട ചുമതല പോളിറ്റ് ബ്യൂറോയിൽ നിന്നൊരു സാറിന് ചുമതലയുണ്ട് ഈ കണക്കുകൾ നോക്കാൻ. ഒരു PBM അംഗത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ട് കണക്കുകൾ അവതരിപ്പിക്കും, ജില്ലാ കമ്മിറ്റിയിലുണ്ട്, ഏരിയ കമ്മിറ്റിയിലുണ്ട്. കണക്കുകളിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമില്ല, പാർട്ടി തന്നെ നടപടിയെടുക്കും. അപ്പൊ കണക്കുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഒരു കമ്മിറ്റിക്കും തെറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കമ്മിറ്റി തെറ്റ് ചെയ്താൽ മേൽക്കമ്മിറ്റി തന്നെ കണ്ടുപിടിച്ച് തീർക്കും. അപ്പം ഇവിടെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കണക്കിനെ കുറിച്ച് പറയപ്പെടുന്ന ആക്ഷേപങ്ങൾ മുഴുവൻ അടിസ്ഥാനരഹിതമാണ്. ഇനി കണക്ക് എഴുതി സൂക്ഷിക്കുന്നതിനകത്ത് ചില സമയത്ത് ചില പിഴവുകൾ എന്തെങ്കിലും ഉണ്ടായെന്ന് വരും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും പിഴവുകൾ ഉണ്ടായെന്ന് വരും. അങ്ങനെ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ ആ പിഴവുകൾ തിരുത്തും. ആ പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ പിഴവ് ഉണ്ടായെന്നല്ല ഞാൻ ഈ പറയുന്നത്. കണക്കുകൾക്കകത്ത് പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, ക്ലറിക്കലായിട്ടുള്ള ചില എററുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടും. അപ്പൊ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കണക്കിന്റെ കാര്യത്തിൽ കൃതകൃത്യതയുള്ള ഒരു പാർട്ടിയാണ് CPIM. ഫണ്ട് ശേഖരിക്കുന്ന കാര്യത്തിൽ ദേശീയ രാഷ്ട്രീയ പാർട്ടിയാണ് CPIM. ഇലക്ട്രൽ ബോണ്ടിൽ നിന്നും ആയിരക്കണക്കിന് രൂപ സ്വീകരിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും സാധ്യതയും CPIM-നുണ്ടായിരുന്നു. പക്ഷെ CPIM തീരുമാനിച്ചത് എന്താ? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് പരിപാടിയാണ്. ആ ഇലക്ട്രൽ ബോണ്ട് തെറ്റാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതിൽ CPIM ഉണ്ട്, ചില സ്വതന്ത്ര ഏജൻസികളും ഉണ്ട്. ഇപ്പോ ഈ ആരോപണം ഉന്നയിക്കുന്ന ഇവർ പോയി ചേർന്ന പാർട്ടി കോൺഗ്രസിന് 2500 3000 കോടി രൂപ പാർട്ടി എന്നുള്ള തരത്തിൽ സംഭാവന ഇന്ത്യയിലെ കുത്തകകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 6000 കോടിയാണ്, അതിന്റെ ഇരട്ടിയോളമോ മറ്റോ ആണ് BJPക്ക് കിട്ടിയിട്ടുള്ളത്. സംസ്ഥാനതല രാഷ്ട്രീയ പാർട്ടികൾക്ക് 1000 950 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ്, പിന്നെ DMK, മറ്റു പാർട്ടികൾക്ക്. CPM-നോ 1 രൂപ കിട്ടിയിട്ടില്ലെന്നല്ല, 1 രൂപ പോലും വാങ്ങിച്ചിട്ടില്ല. മുമ്പൊരിക്കൽ ടാറ്റ കമ്പനിക്ക് ഒരു രീതിയുണ്ട്, ഓരോ പാർട്ടിക്കും പാർലമെന്റിലുള്ള അംഗങ്ങളുടെ എണ്ണം കണക്കാക്കി ആനുപാതികമായി അവരുടെ ഒരു പിന്നെ ഈ ചാരിറ്റബിൾ കാര്യങ്ങൾക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക വിങ് ഉണ്ട്. അവർ പൈസ അയച്ചു കൊടുക്കും. 60 ലക്ഷം രൂപയോ മറ്റോ അന്ന് സുർജിത്ത് ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അവരയച്ചു തന്നു. ആ ചെക്ക് അതുപോലെ തിരിച്ചയച്ചു കൊടുത്തു. ഇതൊക്കെ CPIM-ന്റെ ജനങ്ങൾക്കറിയാവുന്ന വസ്തുതകളാണ്. അതുകൊണ്ട് പണവുമായി ബന്ധപ്പെട്ട് CPIM-ന്റെ ഒരു കമ്മിറ്റിയിലും തെറ്റായ യാതൊന്നും നടക്കില്ല. എന്തെങ്കിലും നടന്നാൽ തൊട്ട് മുകളിലത്തെ കമ്മിറ്റി കണ്ടുപിടിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. അപ്പൊ നമുക്ക് വളരെ ദീർഘമായിട്ടുള്ള ഒരു ചർച്ച നടത്താൻ കഴിഞ്ഞു. അതിന്റെ ചോദ്യങ്ങൾ ഉന്നയിച്ചവർക്കും ഇപ്പോ ഇനി എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ചില ചോദ്യങ്ങളുമായിട്ടിരിക്കുന്നവരുണ്ട്. അവരെ ചോദിക്കണ്ട, പാവമല്ലേ, ബേബിയല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്നോടൊരു സൗജന്യ ബുദ്ധി കാണിച്ചിട്ടുള്ള പത്രലേഖകരും ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അപ്പൊ ക്ഷമിക്കണം, ഈ പവർ കട്ടെല്ലാം അവസാനിപ്പിച്ചു LDF ഭരണം. അപ്പം ഇവിടെ എന്താ കറണ്ട് ഇല്ലാത്തെന്നുള്ളത് ഞാൻ ചോദിച്ചു. താഴെ പണി നടക്കുക എന്നുള്ളത് അറിഞ്ഞു. അതാ എന്റെ കാരണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.